രസകരമായിട്ടും എന്ത് ഭംഗിയായിട്ടും ഞങ്ങൾ ചിരിക്കായിരുന്നു നിങ്ങളെ ഓർത്തിട്ട് വാർത്ത കൊടുക്കുന്നത്. എവിടെ അതൊക്കെ വരട്ടെ, അതൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാ കാര്യത്തും പറയുമല്ലോ. ഞാൻ അങ്ങനെ മത്സരിക്കും ഇങ്ങനെ, അതൊക്കെ വൈകാരികമായ പ്രതികരണവും. ഞങ്ങളൊരു ഫോണിൽ വിളിച്ചോ നേരിട്ട് സംസാരിച്ചാൽ തീരാത്ത ഒരു വിഷയമില്ല, ഒരു സ്ഥലത്തും ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് ഇത്രമാത്രം യുണൈറ്റഡായി ഇത്രമാത്രം ടീമായി നിന്ന ഒരു കാലവും ഉണ്ടായിട്ടില്ല എന്നാണ്. ഞങ്ങൾ അഭിമാനത്തോടു കൂടിയാണ് പറയണത്. 48 മണിക്കൂർ കൊണ്ടാണ് ഇതെല്ലാം ചർച്ച പൂർത്തിയാക്കി മുഴുവൻ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ട് ഞങ്ങൾ വരും. അതെല്ലാം ഓരോ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. വേറെ അദ്ദേഹത്തിനെതിരായ ആക്ഷേപമൊന്നുമല്ല, കൂടുതൽ ജയസാധ്യത കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങളിത് ആലോചിച്ചത്. ജയസാധ്യത കൂടി പരിഗണിച്ചിട്ടാണ്. അദ്ദേഹം നിന്നാൽ തോറ്റുപോകുന്നല്ല അതിൻ്റെ അർത്ഥം. ഇതുകൂടി ഒരു മാറ്റം, വേറെ പല സാമൂഹ്യ ഘടകങ്ങൾ കൂടി ചെറിയൊരു ചേഞ്ച് അവിടെ ഉണ്ടാകണം എന്നാഗ്രഹിച്ചു. അത്രയേ ഉള്ളൂ. ഒരു അനിശ്ചിതത്വം ഉണ്ടായിട്ടില്ല. ആ വാക്കൊന്നും ഇനി ഉപയോഗിക്കരുത്. 48 മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച ഒരു പാർട്ടിയോട് എന്ത് അനിശ്ചിതത്വം ഉണ്ടായെന്ന് പറഞ്ഞത്? അല്ല, അത് നിങ്ങൾക്കൂടെ പറഞ്ഞല്ലോ. ആദ്യത്തെ 24 മണിക്കൂർ 50 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. ആദ്യത്തെ 24 മണിക്കൂറിൽ ഞങ്ങളുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ സുഖമില്ലാതായി. അദ്ദേഹത്തിന് ഡൽഹിയിലെത്താൻ പറ്റിയില്ല. നിങ്ങൾ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുക. ഞാനിപ്പോൾ അവിടെ കണ്ടോൺമെൻറ്റിൽ ചെല്ലാമെന്ന് പറഞ്ഞാണ് ചെന്ന്, എനിക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ സുഖമില്ലാതായാല. അതൊക്കെ നിങ്ങളുടെ ഒരു സാമാന്യ മര്യാദയുടെ പ്രശ്നമാണ് മാധ്യമപ്രവർത്തകർ കാണിക്കുന്നത്. അടുത്ത 24 മണിക്കൂറിൽ അദ്ദേഹം ഡൽഹിയിൽ വന്ന് അടുത്ത 24 മണിക്കൂറിനകം 50 വരെ 55 പ്രഖ്യാപിച്ചു. അപ്പോൾ ആദ്യത്തെ 24 മണിക്കൂർ ഒരാൾ സുഖമില്ലാതായി എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ വേണ്ടേ അദ്ദേഹത്തിൻ്റെ? മാത്രമല്ല, ഞായറാഴ്ചയാണ് പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നത്. തിങ്കളാഴ്ച പ്രഖ്യാപിക്കുമെന്ന് കണക്കാക്കിയിട്ട് അദ്ദേഹം തിങ്കളാഴ്ച വരാൻ വേണ്ടിയിട്ട് എല്ലാം കണക്കാക്കി വെച്ചിരുന്നതാണ്. അപ്പോഴാണ് അതൊക്കെ ഡൽഹിയിലെ മുഴുവൻ മാധ്യമപ്രവർത്തകർക്ക് അറിയാം. എന്നിട്ട് അറിഞ്ഞുകൊണ്ട് VD സതീശൻ്റെ 24 മണിക്കൂർ ഇവിടെ പോയി. അതൊക്കെ മര്യാദയുടെ എല്ലാ സീമകളും ലംഘിച്ചിട്ടുള്ള ചോദ്യങ്ങളാണത്. ഏത് സമയം? ഇനി സമയം എല്ലാവർക്കും അത്ര സമയമുള്ളൂ. എല്ലാവർക്കും CPM-ൻ്റെ തിരുവനന്തപുരം സെൻറ്ററിലെ CPM LDF-ൻ്റെ സ്ഥാനാർത്ഥി ആരാ? ആരാ സ്ഥാനാർത്ഥി? ഞാൻ ചോദിച്ചാണ് അല്ലേ. അതൊക്കെ ഒന്ന് വാർത്ത ഇടുന്നതല്ലായിരിക്കും. ഞങ്ങളുടെ 140 സീറ്റിൽ ഞാൻ ചോദിച്ചാൽ പറയാം. ഞാൻ ഇപ്പോൾ പറയാം, ബൈഹാർട്ട് എനിക്ക് 140 സീറ്റിൽ. പക്ഷേ തിരുവനന്തപുരത്തെ സെൻറ്ററിൽ CPM-ൻ്റെ എതിരാളി ആരാന്ന് ഞാൻ അന്വേഷിച്ചിട്ട് ഇതുവരെ പിടികിട്ടിട്ടില്ല. അതൊക്കെ ഒന്ന് ഇടയ്ക്ക് നോക്കിയേക്കും. പിന്നെ BJP-യുടെ ഞാൻ ചോദിച്ചാണ്, BJP-യുടെ NDA-യുടെ എല്ലാം ആയാ എല്ലാം കൊടുക്കണില്ല, അത്രയും പോരാ. ഇങ്ങോട്ടാണ് ഫോക്കസ് കൂടുതൽ. VD സതീശൻ പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു. മാധ്യമങ്ങൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കൊടുത്ത വാർത്തകൾ ശരിയല്ല എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. കഴിഞ്ഞ ദിവസത്തേതുപോലെയല്ല, ഇന്ന് ആത്മവിശ്വാസത്തിലും പ്രസരിപ്പിലുമാണ് പ്രതിപക്ഷ നേതാവ്. ആ വലിയ ദൗത്യം, സ്ഥാനാർത്ഥി നിർണയം എന്ന വലിയ ദൗത്യം അവസാനിച്ചതിന്റെ ആശ്വാസം എന്തായാലും ഉണ്ട്. പഴയ ഫോമിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു എന്തായാലും VD സതീശൻ.